വാക്ക് പൂക്കുമിടം. ജിജോ നിയതത്തിന്റെ ക്യാച്ച് ഫ്രേസ് അതാണ്, വാക്ക് പൂക്കുമിടം. ഈ സമയത്ത് എന്റെ വാക്കുകൾ പൂക്കുമോ എന്ന് എനിക്കറിയില്ല. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിമിഷമാണ് ആദ്യത്തെ പുസ്തകം. ആദ്യത്തെ പ്രസവം പോലെയാണ്. നമ്മളിങ്ങനെ കാത്തിരിക്കും. 20-ാം തീയതി എനിക്ക് പുസ്തകം തരാന്ന് പറഞ്ഞിരുന്നു ജിജോ. 22-ന് പ്രകാശനം. 20-ാം തീയതി പുസ്തകം വരാതിരുന്നപ്പോൾ ശരിക്കും ലേബർ റൂമിന്റെ മുമ്പിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ദിവസം വൈകിയതാണ്. അത് സ്വാഭാവികമായി നമുക്കുണ്ടാവുന്ന ഒരു വികാരമാണ്. ഞാൻ കുറെ കാലങ്ങളായിട്ട് ചെറിയ ചെറിയ കവിതകൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റസ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. അന്ന് പലരും ചോദിക്കും, ഇതൊക്കെ എന്താണ് ഒരു പുസ്തക രൂപത്തിലായി മാറുന്നതെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് മലയാളത്തിന്റെ സ്വതസിദ്ധമായ മറുപടി പറയും, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. പക്ഷെ ഈ സമയം, ഇന്നത്തെ ഈ പ്രകാശനത്തിന്റെ വേദി ഏറ്റവും മനോഹരമായ പ്രൗഢമായ വേദിയാണ്. നമ്മൾ MT ഓർക്കുന്നു. ഏറ്റവും രസകരമായ സംഭവം, MT ഒരു കവിയാവാൻ ആഗ്രഹിച്ച ആളായിരുന്നു. കവിത എഴുതിക്കൊണ്ട് തുടങ്ങിയ ആളാണ് MT വാസുദേവൻ നായർ. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം വലിയൊരു കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെ ആയിട്ട് മാറി. ആ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ എഴുത്തുകാരും കവികളും കലാകാരന്മാരും സംഗീത പ്രേമികളുമായ വളരെ പ്രൗഢമായ ഒരു സദസ്സ്, വലിയൊരു സദസ്സ്, അധ്യാപകരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സദസ്സിന്റെ വലിപ്പം എന്ന് പറഞ്ഞാല് അതിലിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു സദസ്സിന്റെ മുമ്പിൽ ഇത് പ്രകാശിതമായി. അപ്പൊ എന്റെ സമയം നല്ല സമയമാണ് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാത്തിരിപ്പ് ഒരിക്കലും മുഷിഞ്ഞു പോയിട്ടില്ല, ഒരിക്കലും നഷ്ടമായിട്ടില്ല കാത്തിരിപ്പ്. കവിതയോടുള്ള ബന്ധം 2.5 പതിറ്റാണ്ടായിട്ടുണ്ട്. സാധാരണ വേഴ്സ്വർത്ത് പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഞാനൊരു ഭാഷ, വ്യാകരണം എന്ന രീതിയൊക്കെ പഠിച്ച ഭാഷ ഇംഗ്ലീഷാണ്. പിന്നെ ഞാനത് പഠിച്ചൊരു ഭാഷയുണ്ടെങ്കിൽ അറബിയാണ്. മലയാളം എന്റെ മാതൃഭാഷയാണ്. ഇംഗ്ലീഷിൽ ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തക രൂപത്തിലാക്കാനുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാമായിരുന്നു ആദ്യം. പക്ഷെ ഞാൻ വിചാരിച്ചു ആദ്യത്തെ പുസ്തകം മാതൃഭാഷയിൽ തന്നെ ആവട്ടെ. ഇന്നലെ മാതൃഭാഷാ ദിനമായിരുന്നു. പിന്നീട് എന്നിലേക്ക് വന്നു ചേർന്ന ഒരു ഭാഷയാണ് ഉറുദു. ഉറുദുവിലെ പല പ്രയോഗങ്ങളും പല ഭാഷ, പിന്നെ കവിത ശൈലിയൊക്കെ ചിലപ്പോഴൊക്കെ എന്റെ കവിതയിൽ കടന്നു വരും, സ്വാഭാവികമാണ്. അപ്പൊ ഈ 4 ഭാഷയിലുള്ള കവിതകളുമായിട്ടുള്ള ബന്ധം എനിക്ക് കുറെ കാലങ്ങളായിട്ടുണ്ട്. അതിലേറ്റവും പിന്നീട് വന്നതാണ് ഉറുദു ഭാഷ. അതിൽ തന്നെ ഗാലിബിനെ പോലുള്ള ആളുകള് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങളെയും ഹൃദയത്തെയും കുറിച്ച് ലോകത്ത് മറ്റൊരു കവിയും ഇതുപോലെ സംസാരിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു വായന. കവിതയെ കുറിച്ച് ഗാലിബ് പറയുന്ന വളരെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, യെ മസായിലെ തസവ്വുഫ് യെ തെരെ ബയാൻ ഗാലിബ് തുझे हम वली समझते थे जो नबादकार होता. നിന്റെ ഈ കവിതകൾ ഒരുപക്ഷെ നിന്നെ ഞങ്ങൾ ഒരു വലിയായിട്ട് കരുതുമായിരുന്നു. വലിയ ഒരു പുണ്യ പുരുഷനായി ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. നീ ഒരു മദ്യപാനി ആയിരുന്നില്ലെങ്കിൽ. അത്രയും വലിയ മദ്യപാനിയായിരുന്നു ഗാലിബ്. കാരണം ഗാലിബ് വിചാരിക്കുന്ന കവിതകൾ അങ്ങനെ വരുന്നതല്ല. നമ്മളൊരു ദിവസം പോയിട്ട് നാളെ 10 കവിത എഴുതുന്നു വിചാരിച്ച കവിത നടക്കില്ല. അതിന്റെ അകത്ത് ചില ഡിവൈൻ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അതാണ് ആത്താഹെ ഗൈബുസെ മസാമി ഖയാലുമേ എന്ന് ഗാലിബ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗൈബിൽ നിന്ന് അദൃശ്യമായി വരുന്ന ചില ഡിവൈനായ റെവലേഷൻ കൂടി നല്ല കവിതയുടെ ഭാഗമാകും.
അപ്പൊ നമ്മള് കവിതകള് പിന്നെ സാഹിത്യമൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ട് തിരിച്ചു വരുന്നു? മനുഷ്യനെ ഒന്നിപ്പിക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഓരോ ജില്ലയിലും ഓരോ താലൂക്കുകളിലും ഇനി അടുത്തൊരു കാലം വരുമ്പോൾ ഓരോ പഞ്ചായത്തുകളും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രക്കും സാഹിത്യ സമ്മേളനങ്ങള് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് തിരിച്ചു വരുന്നു? കാരണം കവികൾക്ക് അവരുടേതായ ചില ധർമ്മങ്ങളുണ്ട്. നാടിനെ നന്നാക്കാൻ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കവികൾ ചില നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഷെല്ലി പറഞ്ഞതാണ്, പോയറ്റ്സ് ആർ ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ്. ലോകം ആരും പരിഗണിക്കാതെ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്ത ലോകത്തെ പല നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് കവികൾ. ഭാരതീയ സംസ്കൃതിയിൽ അതിനെ ക്രാന്തദർശികൾ എന്നോ ഋഷികൾ എന്നൊക്കെ ആയിട്ടാണ് കവികളെ പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാഹിത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന രൂപമാണ് കവിത. ഞാൻ മനസ്സിലാക്കുന്നത് കവിതയിലാണ് എല്ലാ സാഹിത്യവും നിലനിൽക്കുന്നത്. ഷേക്സ്പിയർ എന്നത് ഒരു നാടകകൃത്തല്ല, ഷേക്സ്പിയർ ഒരു കവിയാണ്. നാടകങ്ങളിൽ കവിത ഉള്ളത് കൊണ്ടാണ് ഇന്നും നമ്മളത് വായിക്കുന്നത്. കവിതയില്ലാത്ത ഒരു സാഹിത്യവും കാലം കടന്ന് നിലനിൽക്കില്ല. ഇതാണ് എന്റെ ഒരു പക്ഷം. ഏറ്റവും മികച്ച നോവൽ ഒരു മികച്ച കവിത കൂടിയാണ്. ഏറ്റവും മികച്ച കഥ ഒരു മികച്ച കവിതയാണ്. കവിതയാണ് അടിസ്ഥാനം. കവിതയിൽ നിന്നാണ് സാഹിത്യം എല്ലാം ഉണ്ടായിരിക്കുന്നത്. പോയട്രി ഇസ് ദ ബേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, ഇതൊക്കെ ഒരു വൈകാരിക വിക്ഷോഭങ്ങളുടെ ഒരു പിന്നെ സംഭവമാണ് കവിത എന്നൊക്കെ. ശരിക്കും അങ്ങനെയല്ല. വികാരങ്ങളുടെ പ്രകടനങ്ങളല്ല കവിത. വികാരങ്ങളെ ഞങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി വാക്കുകൾ കണ്ടെത്തി അവതരിപ്പിക്കുമ്പോഴാണ് കവിതയാകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിയാണ് ഇംഗ്ലീഷിൽ ഫ്രോസ്റ്റ്, റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞു, പോയട്രി ഈസ് when an emotion has found the thought and the thought has found the words. വികാരങ്ങൾക്ക് ചിന്തകളായി മാറുകയും ചിന്തകളെ വാക്കുകളായി മാറുമ്പോഴാണ് കവിത ഉണ്ടാകുന്നത്. പലപ്പോഴും എന്റെ കവിത വായിച്ചിട്ട് ചിലർക്ക് വിചാരിക്കുന്നത് ഞാനാണെന്ന്. ശരിയാണ്, ചില കവിതകളിൽ ഞാൻ ഉണ്ടാവാം. Poetry is not always an expression of personality. Sometimes it is an escape from personality. എന്റെ വ്യക്തിത്വത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടി ആകാൻ ചിലപ്പോഴും കവിത. അങ്ങനെയും സംഭവിക്കാം. അതേപോലെ പലതരത്തിലുള്ള കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ദീർഘമായ കവിതകളുണ്ട്, ചൊല്ലാൻ പറ്റുന്ന കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിൽ ഒരേ സ്വഭാവത്തിലുള്ള കവിതകൾ, കുറും കവിതകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഹോമോജിനിറ്റി അത് മാത്രമാണ്. അതിലെ പ്രമേയങ്ങൾ വ്യത്യസ്തമാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ ശൈലികൾ വ്യത്യസ്തമാണ്. പക്ഷെ ആകെ കൂടി ഒരൊറ്റ ഘടകം മാത്രം നോക്കിയിട്ടുള്ളൂ. ഒരു പേജിന്റെ അകത്ത് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന കവിതകൾ മാത്രമാണ് ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം മറ്റു തരത്തിലുള്ള കവിതകളോട് എനിക്ക് ഇഷ്ടമില്ല എന്നല്ല. ചൊല്ലാൻ പറ്റുന്ന കവിതകൾ അപൂർവമായിട്ടാണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കവിതകളെ ചൊല്ലി കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ചില ഫങ്ഷൻസ് ഉണ്ട്. അബ്ദുൽകുട്ടി മാഷ് പറഞ്ഞ പോലെ ശബ്ദിക്കേണ്ട കവിതകളുണ്ട്, മൗനത്തോടെ കൂടി വായിക്കേണ്ട കവിതകളുണ്ട്, മനുഷ്യന്റെ ചിന്തകളിലേക്ക് ചില ചെറിയ ചെറിയ പ്രകാശം പരത്തേണ്ട കവിതകളുണ്ട്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇതിന്റെ ബ്ലർബിൽ വീരാൻകുട്ടി മാഷ് എഴുതിയിട്ടുണ്ട്, കുറും കവിതകളുടെ ഒരു ആൽബമാണ് ഇത്. ശരിക്കും ഈ പ്രൊഡക്ഷന്റെ മുമ്പാണ് മാഷ് അത് എഴുതിയത്. ജിജോ നിയതം അത് ശരിക്കും ഒരു ആൽബമാക്കി തന്നെ ഇറക്കി. ശരിക്കും എന്നെക്കാൾ അധികം എല്ലാവരും കയ്യടി കൊടുക്കണം ജിജോക്ക്. കാരണം പുസ്തകത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു പ്രസാധകൻ മലയാളക്കരയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഓരോ ഡീറ്റെയിൽസും വളരെ കൃത്യമായിക്കൊണ്ട് ഓരോ സമയത്തും വിളിച്ചിട്ട് മാഷെ അത് ശരിയായോ, ഇത് ശരിയായോ. എത്ര കവറുകൾ നോക്കിയതിന് ശേഷമാണ് ഒരു കവർ ഡിസൈൻ ചെയ്തത്. 15 or 20 കവറുകൾ എനിക്ക് അയച്ചു തന്നു. ഇത് ഞാൻ എല്ലാത്തിനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പക്ഷെ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവസാനം ഒരു ഡിസൈൻ വന്നു. അപ്പൊ അത്രയും പുസ്തകത്തെ സ്നേഹിക്കുന്ന പ്രസാധകനെ കിട്ടിയെന്നത് തന്നെയാണ് എന്റെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയം. അത് ഞാൻ പ്രത്യേകമായിട്ട് അബ്ദുൽകുട്ടി മാഷോട്, അതേപോലെ വക്കീൽ രാമേന്ദ്രൻ, ടി.പി. രാമേന്ദ്രൻ, ഇവരോടൊക്കെ നന്ദി പറയുന്നു ഈ ഒരു കണക്ഷൻ ഇപ്പൊ ഉണ്ടാക്കിയതിനു ശേഷം. കാരണം ഞാൻ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കുറെ മുമ്പേ ആഗ്രഹിച്ചു. നിങ്ങൾ വക്കീലിന് കൊടുത്തപ്പോ എന്നെ നിർബന്ധിച്ച് ജിജോയെ കൊണ്ട് മാത്രമായി ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയായിരുന്നു വക്കീലിന്.
ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് നിർബന്ധ ബുദ്ധിയുടെ പിന്നിലുള്ളത്. കാരണം അക്ബർട്ടി മാഷ ബുക്കും ജിജു ആണ് ചെയ്തിരുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. ഇതെന്റെ ആദ്യ സമാഹാരമാണ്. ഇതുവരെ ഞാൻ എഴുതിയ കവിതയുടെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. ഇനി ഞാൻ കവിതകൾ എഴുതണോ എഴുതണ്ടേ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ കവിതകൾ എഴുതിയാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തരും. ഞാൻ അതിൽ തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. നിന്റെ പേന കൊണ്ട് ഞാൻ എഴുതിയ കവിത പിന്നെ കവിതയുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്നാണ്. അപ്പൊ ഇതേപോലെ ഇത് വായനക്കാരുടെ മുന്നിലേക്ക് ഇടുകയാണ്. നമുക്ക് വേണ്ടത് ട്രൂ എസ്റ്റിമേഷൻ ആണ്. നോ അണ്ടർ എസ്റ്റിമേഷൻ, നോ ഓവർ എസ്റ്റിമേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ്. ഇനി നമ്മൾ എഴുതിയ വാക്കുകളിലൊക്കെ യാതൊരു വിലയില്ല, ഒരു കുഴപ്പമില്ല. ആദ്യം കൊണ്ട് പറഞ്ഞ പോലെ എന്റെ കവിതകളിൽ അർത്ഥമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. എന്നെ സതായിഷ്ക്ക് തന്നെന്ന എന്നെ സിരേക്ക് പറവാന്ന്. അപ്പൊ നമ്മൾ അമിതമായ പ്രശംസയെ ആഗ്രഹിക്കുന്നില്ല, ബഹുമതികളോ അവാർഡുകളോ ആഗ്രഹിക്കുന്നില്ല. നേരെ അഷ്ആർമേ മാനെ ഞാൻ സഹി. അതിന്റെ അർത്ഥങ്ങളില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, ഈ ലോകം ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാം. എന്റെ കവിത നന്നായി, എന്റെ കവിത മോശമായി എന്നതുകൊണ്ട് ഈ ലോകത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് വായിച്ച് അതിന്റെ ട്രൂ എസ്റ്റിമേഷൻ നടത്തുക. എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് എല്ലാവരോടും എന്താണ് സ്നേഹമുണ്ട്. എന്റെ വാക്കുകളെ കുറിച്ച് അധികരിച്ചിട്ടുണ്ട്. പിന്നെ സ്നേഹപ്രകടനമാണ്. കാരണം നമുക്കറിയാം ഈ പിന്നെ സ്നേഹമാണ് മതമെന്ന് പറയാൻ കവികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരൊറ്റ മതം കൊണ്ട് ഉലകിന്നുയരാം, പ്രേമമതം എന്നല്ലോ. ആ സ്നേഹമാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. വാട്സപ്പ് മെസ്സേജുകൾ മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ. ആരെയും വിളിച്ചിട്ട് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ എല്ലാവരോടും പ്രത്യേകമായ സ്നേഹം. ആ വിളി കേട്ടുകൊണ്ട് വിടുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരോടുള്ള സ്നേഹം. അതിലേക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഉള്ളൂരിന്റെ നാടിന്റെയും അപ്പുറം നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന സാറിന്റെ ടീച്ചറോടുണ്ട്. എന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു, എന്റെ മേലുദ്യോഗസ്ഥയായിരുന്നു. സ്നേഹം കൊണ്ട് മാത്രം. നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്നേഹത്തെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ തിരുവനന്തപുരത്തുകാരുടെ സ്നേഹം ഞാൻ ശരിക്കും ഇന്ന് അനുഭവിച്ചറിഞ്ഞു. ടീച്ചർ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 3:30 ട്രെയിൻ കയറിക്കൊണ്ട് ഇവിടെ വന്നത് സ്നേഹത്തിന്റെ പേരിലാണ്. അപ്പൊ ഈ പ്രകാശനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും ഇതിന് പ്രത്യേകമായി കൊണ്ട് ഇതിന്റെ മുഖ്യാതിഥിയായി ഇതിന്റെ പ്രകാശനം ചെയ്ത ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. കവിത എഴുതാൻ മാത്രമല്ല, കവിത പോലെ സംസാരിക്കാനും കഴിയുമെന്ന് ഷഫീഖ് മാസ്റ്റർ ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തി. ഇനിയും വാക്കുകൾ പൂക്കട്ടെ.